വീണ്ടും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമാണ് എല്ലായിടത്തും. ഈ സീസണിലെ മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തി വിന്നറാവാൻ സാധ്യതയുള്ളത് ആരായിരിക്കുമെന്ന പ്രവചനങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ സീസണുകൾ എടുത്തു നോക്കുമ്പോൾ ബിഗ് ബോസ് കാരണം ജീവിതം മാറിയ അപൂർവം പേരെയുള്ളൂ. ഷോ കഴിയുന്നതുവരെ പലരും ചർച്ചയാവാറുണ്ടെങ്കിലും അടുത്ത സീസൺ തുടങ്ങുന്നതോടെ ആ ഓളം തീരും. ഇത്തരത്തിൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ട് ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സാബുമോൻ ഒഴികെ ഷോയിൽ വന്നവരുടെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ബിഗ് ബോസിൽ വന്ന സാബുമോൻ ഒഴികെ അന്നു മുതൽ സീസൺ 5 വന്ന അത്രയും മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് ഒരു ശാപമോ? ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ എല്ലാവരും അവരുടെ മേഖലയിൽ സ്റ്റാർസ് ആയിരിക്കും. എന്നാൽ ബിഗ് ബോസിൽ വന്ന് മത്സരിച്ച് ജയിച്ചാലും പുറത്തു പോയാലും പോകുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ അവർക്കുണ്ടായിരുന്ന ആ സ്റ്റാർ തന്നെയാണ്. ആരും തിരിഞ്ഞുപോലും നോക്കില്ല. സാബുമോൻ പുള്ളി മാത്രമാണ് ഇതിന് നേർ വിപരീതമായത്. ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ തരികിട സാബു ആയ സാബു അണ്ണൻ തിരികെ ഇറങ്ങിയത് ആ തരികിട എന്ന പേര് മാറ്റി ഫാൻസുമായിട്ടാണ്. അഖിൽ മാരാർ സംവിധാനം ചെയ്തു അറിയപ്പെട്ട ഈ മനുഷ്യനെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. പുതിയ സിനിമ ഒന്നുമില്ല. മണിക്കുട്ടൻ എൻ്റെ പൊന്നോ, സിനിമ ഒക്കെ ആയി കറങ്ങി നടന്ന മനുഷ്യനാണ്. ഇപ്പോൾ സിനിമയുമില്ല, ഒന്നുമില്ല. ഫിറോസ്, രജിത് കുമാർ, അരിസ്റ്റോ സുരേഷ്, രഞ്ജിനി, പേളി, സാജു നവോദയ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. എന്നാൽ ബിഗ് ബോസിന് ശേഷമാണ് അഖിൽ മാരാരുടെ ലൈഫ് സെറ്റായതെന്നാണ് ആരാധകർ പറയുന്നത്. പുതിയ 3 കാർ, സ്വന്തമായി ഫ്ലാറ്റൊക്കെ വാങ്ങി. സിനിമ ഡയറക്ഷൻ ഉടനെ ഇല്ല. വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാവുന്ന നല്ലൊരു സബ്ജക്റ്റ് ആയിട്ടേ വരൂ എന്ന് പറഞ്ഞിരുന്നതായിട്ടാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ബിഗ് ബോസിലേക്ക് വരുന്നവർ പൊതുവെ 2 ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത്. 1 പണവും 2 പ്രശസ്തിയുമാണ്. വീടിനകത്ത് 100 ദിവസം ചെലവഴിക്കുന്നതിനായി മത്സരാർത്ഥികൾക്ക് 10,000 രൂപയാണ് പ്രതിഫലമായി കിട്ടുന്നത്. അങ്ങനെ ദിവസങ്ങൾ കൂടുതൽ നിൽക്കുന്നതിന് അനുസരിച്ച് താരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രശസ്തിയും കിട്ടും. ഷോ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ഓരോരുത്തരും കേരളത്തിലുള്ളവരുടെ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇത് പുതിയ അവസരങ്ങൾക്ക് വഴി ഒരുക്കാറുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും നെഗറ്റീവായി ബാധിക്കാറുണ്ട്.